ഹായ് ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഹ് ഇന്ന് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളിപ്പോൾ. നാളെ ഇൻഫോസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ പറയുന്നുള്ളൂ. നാളെ ഇൻഫോസിൻ്റെ റിസൾട്ട് ഉണ്ട്, വെള്ളിയാഴ്ച റിലയൻസിൻ്റെ റിസൾട്ട് ഉണ്ട്, ശനിയാഴ്ച HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഉണ്ട്. സോ ഈ റിസൾട്ട്സ് മാർക്കറ്റിനെ കൃത്യമായി സ്വാധീനിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ഇത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അടുത്തത് ഒരുപാട് വലിയൊരു വീഡിയോയിലേക്ക് ഇന്ന് കടക്കുന്നില്ല, ബിക്കോസ് അതിന് അത്രയും ഡേറ്റാസ് വലുതായിട്ട് കാര്യമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നും അവിടെ ഇല്ല. ഓക്കെ, മാർക്കറ്റ് ഒരു 6 ആഗ് മോഷനിലായിരുന്നു, പോയി തിരിച്ചിറങ്ങി തിരിച്ച് കയറി നമുക്കൊരു റെസിസ്റ്റൻസ് 25,300 നേരത്തെയും ഒരു 300 എത്തിയപ്പോഴാണ് അതിന് താഴേക്ക് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് വന്നത്. തിരിച്ച് വീണ്ടും അതേ ലെവലിൽ വന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല, അത് വീണ്ടും റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു പക്ക റീടെസ്റ്റ് ആയിട്ട് മാത്രമേ ഞാനിവിടെ കൂട്ടുന്നുള്ളൂ. സോ നിൽക്കുന്നത് 25,100 മേളിൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് നല്ലൊരു പ്രൈസ് ആക്ഷൻ വൈസിലാണ് പോകുന്നത്. ട്രംപാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിലും ആ പ്രൈസ് ആക്ഷൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓക്കെ, മാർക്കറ്റ് ഇന്നലെ ഷോർട്ട് ചെയ്ത ഈ ഒരു ലെവലിലായിരുന്നു. മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴേക്കും താഴെ വന്നു. അതിനുശേഷം ഈ ഒരു ലെവലിൽ എത്തിയപ്പോഴേക്കും ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു ഒരു റീടെസ്റ്റിനകത്ത്. ഈ ഒരു റീടെസ്റ്റിൽ ഞാൻ ഷോർട്ട് ചെയ്തു. ഞാൻ അത്യാവശ്യം ഈ ഒരു ക്യാൻഡിൽ ഫിനിഷ് ചെയ്ത് അടുത്ത ക്യാൻഡിലിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം അത് വീണ്ടും ഫർദർ താഴെ പോയിട്ടുണ്ടായിരുന്നു. അത് സെക്കൻഡ് ടാർഗറ്റ്സ് ആണ്. ഗ്രൂപ്പിനകത്ത് അതിൻ്റെ ലൈവ് റെക്കോർഡിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, കാണാത്തവർ കാണുക. ഐ തിങ്ക് 290 പ്രീമിയമാണ് അവിടെ പറഞ്ഞത്. ഒരു 15 പോയിൻ്റ് SL ആയിരുന്നു. അത് ഏതാണ്ട് 600 സംതിങ് വരെ പോയിട്ടുണ്ട്. അതായത് 100% റിട്ടേൺ ആ ഒരൊറ്റ ട്രേഡിൽ പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇന്നത്തെ അനാലിസിസ് നോക്കിയാൽ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 25,180 റേഞ്ചിലാണ്. അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് അത് ഓപ്പൺ ചെയ്യുക. അതായത് ഈ ട്രെൻഡ് ലൈനിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്യും. സോ 25,200 മേളിൽ കയറി കഴിഞ്ഞാൽ 240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരിച്ച് വീണ്ടും പഴയ പോലെ കയറും. ഇതൊരു ഡബിൾ ബോട്ടം വന്നില്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെ തിരിച്ചിത് കയറിപ്പോകാനുള്ള ആക്ച്വലി ആ ഒരു ഡബിൾ ബോട്ടം നമ്മുടെ മനസ്സിൽ നമ്മൾ കൂട്ടിയാൽ ഇങ്ങനെ ഒരു ഡബിൾ ബോട്ടം വന്നേക്കാം. ഓക്കെ, ഇതൊരു ഡബിൾ ബോട്ടം അല്ല ആക്ച്വലി. ഇതിങ്ങനെ വന്ന് ഇതിങ്ങനെ പോയി ഇങ്ങനൊരു പാറ്റേണിലായിരിക്കാം ഇത് പോവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 240 ബ്രേക്ക് ചെയ്ത് ഇത് കയറി പോകുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഈ ഒരു റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൻ്റെ ഇന്നത്തെ ട്രെൻഡ് അതാണ് എനിക്ക് പേഴ്സണലി സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുക 25,180 റേഞ്ചിലായിരിക്കും. 180 to 200 താഴെയുള്ള ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു ട്രെൻഡ് ലൈന്. അപ്പോൾ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ആദ്യത്തെ 15 മിനിറ്റ് അരമണിക്കൂറിനകത്ത് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തിട്ട് അതിന് ബ്രേക്ക് ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡയറക്ഷനിലേക്ക് പോവുക. ലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 24,240 ഓക്കെ, ഈ ലൈൻസാണ് അതിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്തിട്ട് ഓക്കെ, ഈ ഒരു ലെവൽ വെച്ചിട്ട് നിങ്ങളുടെ അനാലിസിസ് നോക്കുക. ഇതൊരു ട്രെൻഡ് ലൈനാണ്. ഇതിൻ്റെ ലോവർ സൈഡ് എന്ന് പറയുന്നത് 25,100, 25,180. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്. എന്നാലും 25,200 to 180 ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 240 ശേഷം നല്ലൊരു മൊമെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 330 റേഞ്ച് വരെ കയറിപ്പോകാൻ. 350 ആണ്, പക്ഷേ 330 2 ദിവസമായിട്ട് അത് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. സോ 330 റേഞ്ച്, അതിനുശേഷം ഒരു 400 to 440 റേഞ്ചാണ് അടുത്ത ലെവൽ എന്ന് പറയുന്നത്. ഞാൻ വരെ ഇടുന്നില്ല, നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. സോ ഇത്രയാണ് ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ 200 മേളിൽ ഇന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ പൊസിഷൻ്റെ വീഡിയോ
ഇടുന്നുണ്ടാവും. ഞാൻ മാക്സിമം വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതൊരു ക്ലോസിങ് ഇട്ടിരുന്നെങ്കിൽ ഞാനത് ഇട്ടിരുന്നേനെ. ഇല്ല, മാർക്കറ്റ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ബോക്സിൻ്റെ മേളിൽ കയറാണ്ട് ആർക്ക് ഞാൻ ആ പൊസിഷൻ എടുത്തിട്ടാലും SL അടിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. 25,100, കാരണം നമ്മുടെ SL എന്ന് പറയുന്നത് 25,100 ഓർ 25,000 എന്നുള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ എൻട്രി എടുത്തു കഴിഞ്ഞാൽ SL അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സപ്പോർട്ടിൽ തട്ടി നമ്മൾ തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട്. സോ റൈറ്റ് മൊമെൻറ്റിൽ എൻട്രി എടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്യുന്നത്. ആ വീഡിയോ ലേറ്റ് ആക്കുന്നതല്ല, ബിക്കോസ് ആ വീഡിയോ എടുക്കാൻ ഒരു 10 മിനിറ്റത്തെ സമയമുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് റൈറ്റ് മൊമെൻറ്റിലായിരിക്കണം ആ ഒരു എൻട്രി എന്നുള്ളൊരു വാശിയുടെ പുറത്ത് അത് ഡിലേ ആക്കുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.